സ്പോട്ട് ലൈവ് തുടരുന്നു. പെരുമ്പാവൂരിലെ ആൾക്കൂട്ട വിചാരണയിൽ പോലീസ് കേസെടുത്തു. യുവാക്കളുടെ പരാതിയിൽ കണ്ടാൽ അറിയാവുന്ന 6 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഞ്ചാവ് വിൽപ്പനക്കാരെന്ന് ആരോപിച്ച് മർദ്ദിച്ചെന്നും തല മൊട്ടയടിച്ചു എന്നുമാണ് പരാതിയിൽ പറയുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്താണ് ഇതിന്റെ വിശദാംശം? നവമി, പെരുമ്പാവൂരിലാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുന്നത്. ഗോകുൽ, ആൽബി, അൽഫാസ് എന്നീ 3 കുട്ടികളെയാണ് ചെറുപ്പക്കാരെയാണ് ഈ രീതിയിലേക്ക് ഒരു ആൾക്കൂട്ട വിചാരണ എന്ന പേരിലേക്ക് ആ കാര്യങ്ങൾ നടത്തിയത്. ഇവർ അവിടെയുള്ളൊരു സോഡ ഫാക്ടറി, പെരുമ്പാവൂരിൽ ഇപ്പോൾ അവിടെ പണിക്കുണ്ടായിരുന്ന ഇതര സംസ്ഥാനക്കാരായ ആളുകൾ പലരും തന്നെ തിരിച്ചു വരാത്ത സ്ഥിതിക്ക് അവിടെ നിരവധിയായ തൊഴിലവസരങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫാക്ടറി ഉടമ തന്നെയാണ് ഇവരെ വിളിച്ചു വരുന്നത്. അവിടുത്തെ സൂപ്പർവൈസറാണ് ഇവരുടെ അന്വേഷിച്ചപ്പോൾ ഇവരോട് ജോലിക്ക് വരാനായിട്ട് അവർ ആവശ്യപ്പെടുന്നത്. ഇവരും ആ പെരുമ്പാവൂരിലെ സമീപ പ്രദേശങ്ങളിലുള്ളവർ തന്നെയാണ്. ഇവർ അവിടേക്ക് ചെല്ലുമ്പോൾ ഇവരെ ബൈക്കിൽ വരുന്ന ഇവരെ തടഞ്ഞു നിർത്തിയ ഒരു സംഘം ആളുകൾ ഈ ഫാക്ടറിക്ക് സമീപം വെച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു. ഒരുതരം ആൾക്കൂട്ട വിചാരണ. അത് ഇവരോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ ലഹരി കടത്ത് സംഘത്തിൻ്റെ ഭാഗമല്ല, നിങ്ങൾ കഞ്ചാവ് കച്ചവടത്തിന് വേണ്ടി ഇവിടെ എത്തിയതല്ലേ എന്ന രീതിയിലേക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇവർ ഈ കുട്ടികളെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രായത്തിലേക്ക് അവർ വന്നിട്ടുള്ളൂ. അവരോട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ യാതൊന്നും കേൾക്കുന്നില്ല. കാരണം ഇതിൽ ഇവർ പോലീസിനെ വിളിക്കാനായിട്ട് അവർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ബന്ധുക്കളെയോ ഫാക്ടറി ഉടമയോ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാമെന്നെല്ലാം പറയുമ്പോൾ ഒരു 6 പേരടങ്ങുന്ന സംഘമാണ് ഇവർക്കെതിരെ ഈ രീതിയിലുള്ളൊരു അതിക്രമം അഴിച്ചുവിടുന്നത്. ഇവരെ പിടിച്ചു നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇത്തരം ലഹരി മരുന്ന് വിൽപ്പനക്കാരാണ് എന്ന രീതിയിൽ അത് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങളായിരുന്നു അവിടെ നടക്കുന്നത്. തുടർന്നാണ് ഇവരെ വലിച്ച് അവരെ ബലമായിട്ട് പിടിച്ചു നിർത്തുകയും ഇവരെ തലമുണ്ടനം ചെയ്യുകയും എല്ലാം ചെയ്തത്. അതോടൊപ്പം തന്നെ ഇവരെ സാരമായ രീതിയിൽ അവരെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. മർദ്ദിച്ച് അവശരാക്കുന്നു. പിന്നീടാണ് അവർക്ക് അവിടെ നിന്ന് പോരാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ഇവർ ഈ മർദ്ദനം അവസാനിപ്പിച്ചതിന് ശേഷം ഇവരെ ഉപേക്ഷിച്ച രീതിയിലാവുമ്പോഴാണ് അവർ അവിടെ നിന്ന് പോരുന്നത്. തുടർന്ന് ഇവർ ബന്ധുക്കളെ അടക്കം വിവരം അറിയിക്കുകയായിരുന്നു. ബന്ധുക്കളും കൂടി ഒപ്പം എത്തിയാണ് ഇവരെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവർ പരാതി നൽകുകയും ചെയ്തപ്പോൾ പെരുമ്പാവൂർ പോലീസ് അതിൻ്റെ തുടർ നടപടികളും എല്ലാം തന്നെ എടുത്ത് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇത് നീതീകരിക്കാവുന്നതല്ല. നമുക്ക് പെരുമ്പാവൂരിൽ നടക്കുന്ന പെരുമ്പാവൂരിൽ വലിയ രീതിയിൽ ഈ ലഹരി കച്ചവടങ്ങളുടെ ഒരു കേന്ദ്രമെന്നെല്ലാം തന്നെ പറയുന്നു. കുറച്ച് ദിവസം മുമ്പാണ് അവിടെ ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തുകയും ഇവിടുത്തെ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് സഹകരിക്കണമെന്നെല്ലാം ആഹ്വാനം ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തു. അങ്ങനെ അവിടെ ആ രീതിയിലുള്ള വിഷയങ്ങൾ ഇതെല്ലാം തന്നെ അവിടെ ഉണ്ട്. ഇതിനിടയിലാണ് ഈ ഒരു സംഭവം നടക്കുകയും ചെയ്യുന്നത്. ഇവരെ ഒരു ആൾക്കൂട്ട വിചാരണ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ കുട്ടികൾ പറയുന്നതനുസരിച്ചുകൊണ്ട് അവർക്ക് ഏതെങ്കിലും രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യുവാൻ അവരെ വിളിച്ചു ചോദിക്കാനോ ബന്ധുക്കളെ അടക്കം വിളിച്ചു ചോദിക്കാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഫാക്ടറി ഉടമയോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു. ഇതൊന്നുമില്ലാതെ തീർത്തും ഏകപക്ഷീയമായിട്ട് ഇവരെ പിടിച്ചു നിർത്തുകയായിരുന്നു. അത് ഈ രീതിയിൽ ഉള്ള ഒരു പോലീസ് ചമഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ഭവിഷ്യത്തിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ആരെയും വിചാരണ ചെയ്യാൻ പാടില്ല. തടഞ്ഞു നിർത്തി സംശയമുണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കുകയും അവരെ ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും എല്ലാം ചെയ്യാം. പക്ഷേ അതല്ലാതെ തീർത്തും പ്രാകൃതമായ രീതിയിലേക്ക് ശിക്ഷ നടപ്പാക്കുന്ന രീതിയിലേക്ക് ഈ ആൾക്കൂട്ടങ്ങൾ പോകുന്നു. അവർ കുട്ടികളെ പിടിച്ചു നിർത്തി അവരെ തലമുണ്ടനം ചെയ്യിക്കുന്നു. അതോടൊപ്പം അവരെ വലിയ രീതിയിൽ മർദ്ദിക്കുന്നു. ഇതെല്ലാം കടന്ന് പോന്നിട്ടും പിന്നീടും അവർ വിടാനുള്ളൊരു ഉദ്ദേശമുണ്ടായാലും തീർത്തും അവശരാകുമ്പോഴാണ് ഈ കുട്ടികളെ മോചിപ്പിക്കുന്നത്. തുടർന്നാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയും തുടർ നടപടികളും ഉണ്ടാകുന്നത്. ഒരിക്കലും ഇത് അനുവദിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യമേ അല്ല. നേരത്തെ ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ നടന്ന ഒരു ഗുണ്ടകളുടെ ഒരു സംഘമടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അന്ന് പോലീസും പറഞ്ഞത്, ആഭ്യന്തരമന്ത്രിയും പറഞ്ഞത് തങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട, ഇതെല്ലാം പോലീസിനറിയാം, കാര്യങ്ങൾ ചെയ്യാമെന്നതെല്ലാം തന്നെ പറയുകയും ചെയ്തത്. അതിനിടയിലാണ് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത്. കൂടുതൽ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നവമി, അത് തന്നെയാണ് ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ വലിയ പരിശോധനകളാണ് നടക്കുന്നത്. ആഭ്യന്തരമന്ത്രി അടക്കം വരികയും അവിടെ ബോധവൽക്കരണം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പോലീസിന്റെ ഒരു നിരീക്ഷണം എപ്പോഴും അവിടെയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത് പോലീസിനെ അറിയിക്കുക, അല്ലെങ്കിൽ ഈ യുവാക്കൾക്കെതിരെ അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ ഈ പ്രതികളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ അത് പോലീസിനെ അറിയിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ നിയമം കയ്യിലെടുത്ത് ഇത്രയും ക്രൂരമായ പ്രവൃത്തികൾ നടത്തേണ്ടതുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. അത് തന്നെയാണ് പറയുന്നത്. കാരണം
ഇത് പോലീസ് കൃത്യമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, പോലീസ് പരിശോധനകൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം ആളുകൾക്ക് ഇതിനോടൊപ്പം സഹകരിക്കണമെന്നുണ്ടെങ്കിൽ പോലീസിനോട് സഹകരിച്ച് അത്തരം കാര്യങ്ങൾ നടപ്പാക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ സംശയമുള്ളതെങ്കിൽ പോലീസിന് വിവരം നൽകുകയാണ് വേണ്ടത്. അതൊന്നുമില്ലാതെ തങ്ങളാണ് പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ചമഞ്ഞ് ഈ രീതിയിലേക്ക് ഇങ്ങനെ ആളുകളെ മർദ്ദിക്കുക, അവരെ തലമൊട്ടയടിക്കുക, ഇതെല്ലാം ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കുകയുമില്ല. ഇത്തരം ഭീഷണികൾ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവൃത്തികൾ മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെയാണ് പോലീസ് പലവട്ടം ആവർത്തിച്ചത് ഈ തൂഫാന് വേണ്ടി പരിശോധന നടത്താൻ തങ്ങൾക്കറിയാമെന്നത് പോലീസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ആൾക്കാർക്ക് ഇതിൻ്റെ ഭാഗമാകാം, തൂഫാൻ വാരിയേഴ്സ് ആകാം, പക്ഷേ ഇതുപോലെ ആളുകളെ പരസ്യ വിചാരണ ചെയ്തുകൊണ്ട് അവരെ ദേഹോപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് അവരെ തലമൊട്ടയടിച്ചുകൊണ്ട് ഇതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് തൂഫാൻ വാരിയേഴ്സ് ആകണമെങ്കിൽ ഈ ആളുകളെ സംശയമുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് പോലീസിന് വിവരം അറിയിക്കുക. പോലീസ് അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് നിയമാനുസൃതം ചെയ്യട്ടെ. ഇതേപോലെ തന്നെ ഈ ആൾക്കൂട്ട വിചാരണയിലേക്ക് പോകാതെ ആളുകളെ ഉപദ്രവിക്കാതെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുമല്ലോ. പിന്നെ എന്തിനാണ് ഈ രീതിയിലുള്ളൊരു പോലീസിങ് ചമയുന്നത്, ഒരു മോറൽ പോലീസിങ് ചമയുന്നത് എന്നതാണ് ചോദ്യമാകുന്നത്. ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇതിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികളുണ്ടാകണം, മാതൃകാപരമായി അവരെ ശിക്ഷിക്കണം. കാരണം ഇത് ഒരു സ്ഥലത്ത് തുടങ്ങിയാൽ മറ്റ് പല സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ ആവർത്തിക്കപ്പെടാനുള്ളൊരു സാഹചര്യവും സാധ്യതയും എല്ലാം തന്നെ നമുക്ക് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാനും കഴിയേണ്ടതുണ്ട്. നവമി. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.